കറിയെല്ലാം ഞാൻ കഴുകി ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇത് ഉപ്പ് വെള്ളത്തിൽ ഇടും. അപ്പോൾ ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്ന മലക്കറി എന്ന് പറഞ്ഞാൽ മത്തങ്ങ, കത്തിരിക്ക, അമരയ്ക്ക, പിന്നെ ഒരു തക്കാളി ചേർക്കും, തക്കാളി നീളത്തിന് അരിയും, പിന്നെ പച്ചക്ക, പിന്നെ ചേന അരിഞ്ഞത്, പിന്നെ വെള്ളരിക്ക, അമരയ്ക്ക, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ആയെന്ന് തോന്നുന്നു. അതായത് കത്തിരിക്ക, ഒരു തക്കാളിയുടെ പകുതി, പച്ചക്ക, പിന്നെ വെള്ളരിക്ക, അമരയ്ക്ക, പിന്നെ മത്തങ്ങ, ചേമ്പ് ഞാൻ ഇടാറില്ല. കാര്യം എനിക്ക് ചേമ്പ് ഇട്ട് കഴിഞ്ഞാലും ഇവിടെ ആരും കൂട്ടൂല, എടുത്ത് കളയാറുണ്ട്. ചേമ്പ് ഞാൻ ഇടാറില്ല. മലക്കറിയെല്ലാം നീളത്തിന് അരിഞ്ഞിട്ടിട്ടുണ്ട്. അവിയലിൻ്റെ മലക്കറി നീളത്തിന് അരിയണമെന്നാണ് പറയുന്നത്. അവിയലിൻ്റെ മലക്കറിയെല്ലാം നമ്മൾ നീളത്തിന് അരിഞ്ഞ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അത് വേവിക്കാൻ വെക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം. ഉപ്പ് മാത്രമല്ല, മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി വെള്ളം ഇതെല്ലാം കൂടെ ചേർത്ത് അടച്ചു വെച്ച് കഴിക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടത് കുറച്ച് തേങ്ങ, പിന്നെ ഒരു ചുവന്നുള്ളി, പിന്നെ അത് കഴിഞ്ഞ് വെളുത്തുള്ളി, രണ്ടല്ലി വെളുത്തുള്ളി, ഒരു ചുവന്നുള്ളി, ഒരു പച്ചമുളക്. ഇത്രയും സാധനങ്ങൾ. നമുക്ക് 2 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു ചുവന്നുള്ളി, പിന്നെ അത് കഴിഞ്ഞ് ജീരകം വേണം. അപ്പം നമുക്കിതെല്ലാം കൂടെ ഇട്ട് അടിച്ചെടുക്കാം. ഇതിങ്ങനെ ഇട്ട് തേങ്ങ അധികം അടിയണ്ട, കുറച്ചടിഞ്ഞ് വന്നാൽ മതി. തേങ്ങ ഇട്ടു. മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യമേ ചേർത്തായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ജീരകം കൂടെ ചേർക്കും. ജീരകം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം, ഒന്ന് കറക്കിയെടുക്കാം. അപ്പം എല്ലാം തിളച്ച് വേവുന്നുണ്ട്. നമുക്കിനി അതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കതിനൊന്ന് ഇളക്കി കൊടുക്കാം, നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ ചില സ്ഥലത്ത് അവിയൽ ഇത്തിരി വെള്ളം പോലെ ഇരിക്കണം. നമുക്കിവിടെ അവിയൽ ഇച്ചിരി വെള്ളം പോലെ ഇരുന്നാലേ എൻ്റെ മോനൊക്കെ ഇഷ്ടപ്പെടും, മോനും ഹസ്ബൻഡിനും ഒക്കെ അവിയൽ ഇച്ചിരി വെള്ളം പോലെ ഇരിക്കണം. അപ്പോൾ ഇതൊന്ന് വറ്റട്ടെ. ഇത് നല്ല തിളച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. ഇതെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കാം. വെള്ളമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്കിനി ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കിയെടുക്കാം. നല്ലതുപോലെ ഇളക്കിയെടുക്കാം. നമുക്കിനി ഇതിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ചേർത്ത് നല്ലതുപോലെ ഇളക്കാം. അപ്പോൾ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് എണ്ണ, വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചുറ്റും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്തുക. അതുപോലെ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ പുളിക്ക് പകരമാണ് അവിയലിൽ തക്കാളി ചേർത്തിട്ടുള്ളത്. അപ്പോൾ അവിയൽ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റിയായ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. തീ ഓഫ് ചെയ്ത് നല്ലതുപോലെ അടച്ചു വയ്ക്കാം.